വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. മകന് ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും വീടും നിർമ്മിച്ചു നൽകാനും തീരുമാനമായി. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ് നേരത്തെ തന്നെ. ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തീരുമാനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ. അനുജ, കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് ആശ്വാസധനം പ്രഖ്യാപിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായം നൽകാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 12 ലക്ഷം രൂപ ചെലവിൽ സാമൂഹ്യനീതി വകുപ്പായിരിക്കും ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക. ഇതുകൂടാതെ ബിന്ദുവിന്റെ മകന് സർക്കാർ സർവീസിൽ ജോലി നൽകും. എവിടെയാണോ ഒഴിവ് ഉണ്ടാകുന്നത് അവിടെ അത് നോക്കി ജോലി നൽകാനാണ് തീരുമാനം. ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഒഴിവുണ്ടെന്നാണ് കണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ദേവസ്വം ബോർഡിലായിരിക്കും ഒരുപക്ഷെ ബിന്ദുവിന്റെ മകന് ജോലി നൽകുക എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ബിന്ദുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചിരിക്കുകയാണ്. കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് അടിയന്തരമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാകുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത്? ധനസഹായം നൽകുക, ഒപ്പം തന്നെ ജോലി, വീട് നിർമ്മിച്ചു നൽകുക, ഈ 3 കാര്യങ്ങളും അടിയന്തരമായി തന്നെ നടപ്പാക്കാനല്ലേ തീരുമാനം? ശ്രീജിത്ത്. അനുജ, അടിയന്തരമായി തന്നെ സഹായധനം കൈമാറും. നേരത്തെ ഈ ശവസംസ്കാര ചടങ്ങുകൾക്കും മറ്റുമായി 50,000 രൂപ കോട്ടയം കളക്ടർ അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ്, അതിന് പുറമെയാണ് ഈ സഹായം കൂടി 10 ലക്ഷം രൂപയുടെ സഹായം നൽകുന്നത്. ഒപ്പം 12 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ചു നൽകും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. സഹായധനം വൈകാതെ തന്നെ കൈമാറും. ജോലി നൽകുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു അല്പം താമസം ഉണ്ടാകുക. ഇന്ന് ജോലി നൽകാൻ മന്ത്രിസഭ തത്വത്തിൽ തീരുമാനിച്ചു. എവിടെയാണോ ഒഴിവ് കണ്ടെത്തുന്നത്, അതിപ്പോൾ ദേവസ്വം ബോർഡിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ജോലി നൽകാനുള്ള തീരുമാനം ഇനി ഒരിക്കൽ കൂടി മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. അങ്ങനെയാണ് തീരുമാനത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളെല്ലാം അടിയന്തര സ്വഭാവത്തിൽ നടപ്പിലാക്കുമെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്.